നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. അത് വീട്ടിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ 1 കിലോ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക്. ഇത് ഓവറാകരുത് കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ. കുറച്ച് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസാക്കിയ തൈര് കേട്ടോ, അത് മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ആക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല മിക്സ് ആക്കി എടുത്തിട്ടോ, അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം നമുക്ക് റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ ചിക്കൻ റെസ്റ്റിന് വെച്ച സമയം കൊണ്ട് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ 2 തക്കാളി നമ്മൾ ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒരുമിച്ച് കൂട്ടി അരച്ചാട്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുവ് കയറിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസ്റ്റിന് വെച്ച ചിക്കന് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഓയിലാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ചൂടായി വരട്ടെ. അപ്പോൾ ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മൊത്തം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇട്ടത് ഇതേപോലെ വറുത്തെടുക്കാനുണ്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ചിക്കൻ കറിക്ക് എന്തിനാണ് കോൺഫ്ലവർ ഇടുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അധികമൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇത് നമുക്ക് എളുപ്പമൊന്നും ആയി കിട്ടും. ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നമ്മൾ ചിക്കൻ കറി അടിപൊളിയാവും, വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം. നല്ല മുരിഞ്ഞ് വന്നിട്ടോ. ഇത്ര മതി. ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കാനാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ സ്റ്റവ് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടോ. ഇനി നമ്മൾ മസാല ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത് കറി വെക്കുമ്പോൾ, ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ വറുത്തെടുക്കണത്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ മസാലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നത് തുടങ്ങി. അപ്പോൾ ഇത് മതി കേട്ടോ. പിന്നെ ഇത് ഇറക്കി വെക്കുമ്പോഴൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചട്ടിയിലിരുന്ന് കരിഞ്ഞു പോകും. തീ ഓഫാക്കി നമ്മൾ ഇറക്കി വെക്കാം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഇനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളൊരു പാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മതി. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞാട്ടോ, സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് എളുപ്പം മൂത്ത് വരാനാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വാടി വന്നാൽ മതി കേട്ടോ.
ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടതാണ്, അപ്പോൾ അതിന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് രണ്ടും കൂടി ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 പച്ചമുളക് നടുക്ക് കീറിയതും പിന്നെ കറിവേപ്പിലും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി കേട്ടോ, ചെറിയ 2 തക്കാളിയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം, എളുപ്പം തക്കാളി വെന്ത് കിട്ടും. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഏകദേശം ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം, ചിക്കൻ കറിക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം പാർന്നു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം പാരോട് ഏറ്റവും നല്ലത് കിട്ടും. വെള്ളം പാർന്നു കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളം പാർന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെള്ളം പാർന്നതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ശരിക്കും നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ചോറിന്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാ വിഭവങ്ങളുടെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ് അത് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് അതിന്. നമ്മൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത്. കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ടോ, ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, അടിപൊളിയാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തോട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.